പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പി വി അൻവർ എന്ന ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തിയ കടന്നാക്രമണത്തിൻ്റെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ വേറൊരാളെ കൊണ്ടുവന്നിരിക്കുന്നു. അതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ള കാര്യം വേറെ. എന്തായാലും പ്രതിരോധത്തിലായിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കും. അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അധോലോക നായകനാണ് ADGP അജിത് കുമാർ എന്നാണ് അയാൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ അധോലോക നായകനായിട്ടുള്ള ADGPക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് ഒരു രക്ഷിതാവായി നിൽക്കുന്നത് P ശശിയാണ് എന്നും കാര്യകാരണ സഹിതം അൻവർ തെളിയിച്ചു കഴിഞ്ഞു. ഇത് ഏത് നിലയിലാണ് ഇനിയിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരാൻ പോകുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയൂ. സുഹൃത്തുക്കളെ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരുപാട് ആരോപണങ്ങൾ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെല്ലാം ആധികാരികമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം ആധികാരികമായി അയാൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളാണ്. അയാൾ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളൊക്കെ ചീറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത് ആളുകൾ വിശ്വസിക്കുന്നത് അയാൾ കൊണ്ടുവന്നിട്ടുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അയാൾ SP സുജിത് ദാസുമായിട്ട് നടത്തിയൊരു സംഭാഷണമാണ് അയാൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ആ ടെലിഫോൺ സംഭാഷണത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. ആ ടെലിഫോൺ സംഭാഷണത്തിൽ കൂടെയാണ് MR അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യയുടെ ആങ്ങളമാരും ചേർന്നാണ് ഈ പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിഷയം അതിനകത്തൂടെയാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ വേറൊരു ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വന്നത് എന്താ, ഈ IG-യുടെ കോമ്പൗണ്ടിലുള്ള മരം മുറിച്ചുവെന്നും ആ മുറിച്ച മരം കോട്ടയ്ക്കൽ ഒരു ഫർണിച്ചർ കടയിൽ കൊടുത്ത് ഫർണിച്ചറാക്കിയെന്നും അതിനെതിരെ പരാതി പോയപ്പോൾ അയാളുടെ വീട്ടിലുള്ള ഫർണിച്ചർ അയാൾ കത്തിച്ചു കളഞ്ഞുവെന്നുമൊക്കെയുള്ള വിവരങ്ങളും ഈ പറഞ്ഞതുപോലെ ഈ സംഭാഷണത്തിലൂടെ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഈ സംഭാഷണത്തിലൂടെ പുറത്തു വന്നൊരു കാര്യം എന്താ, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ എഡിറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, ഷാജൻ സ്കറിയുമായിട്ട് ദീർഘമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട ആളാണ് PV അൻവർ. ആ ഷാജൻ സ്കറിയുമായിട്ടുള്ള യുദ്ധത്തിൽ അതിൻ്റെ അന്തിമഘട്ടത്തിൽ തന്നെ സഹായിക്കുന്നതിന് പകരം ഈ ADGP അജിത് കുമാർ ഷാജൻ സ്കറിയെ സഹായിക്കുകയായിരുന്നു എന്നുള്ളത് PV അൻവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്, ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, ഷാജൻ സ്കറിയെ പൂനെയിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ഒരു സുപ്രീം കോടതി അഭിഭാഷകനെ വൈകിട്ട് 7:30 കാണാൻ വരും എന്നുള്ള വിവരം PV അൻവറിന് കിട്ടിയതിനെ തുടർന്ന് PV അൻവർ അത് MR അജിത് കുമാറിനെ അറിയിക്കുന്നു. എന്നിട്ട് പറയുന്നത് വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നിങ്ങൾ വരണം, അയാളെ പൊക്കണം എന്ന് പറയുന്നു. എന്നാൽ സംഭവിക്കുന്നത് ഷാജൻ സ്കറിയ അവിടെ വന്ന് ആ അഭിഭാഷകനെ കാണുന്നു, പോകുന്നു. പക്ഷേ പോലീസ് അവിടെ എത്തുന്നത് ഷാജൻ സ്കറിയ പോയതിന് ശേഷമാണ്. ഇതാണ് അൻവറിൻ്റെ ആദ്യത്തെ ആരോപണം. അപ്പോൾ അൻവർ ചോദിക്കുന്ന ചോദ്യം, ഈ വിവരം ഞാൻ MR അജിത് കുമാറിനോട് കാലേ കൂട്ടി പറഞ്ഞിരുന്നു, പക്ഷേ ഇയാളെ അവിടുന്ന് പൊക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഈ ഷാജൻ സ്കറിയ അവിടെ ചെന്നപ്പോൾ പോലീസ് അവിടെ ചെന്നില്ല? ഇതാണ് അയാളുടെ ആദ്യത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം എന്താ, എന്തോ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തോ വാർത്തകൾ ഷാജൻ സ്കറിയെ ചോർത്തിയെന്നും ആ ചോർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് IT ആക്ടിലെ 66F എന്ന് പറഞ്ഞൊരു വകുപ്പ് ആയിരുന്നു ഷാജൻ സ്കറിയക്കെതിരെ ചുമത്തേണ്ടിയിരുന്നതെന്നും അത് ചുമത്തിയിരുന്നുവെങ്കിൽ ഷാജൻ സ്കറിയ എത്രയോ വർഷക്കാലം ജയിലിൽ അകപ്പെട്ടു പോകുമായിരുന്നുവെന്നും അത് ചുമത്താതിരിക്കാൻ ഷാജൻ സ്കറിയയ്ക്ക് ഷാജൻ സ്കറിയ ADGP MR അജിത് കുമാറിന് ആദ്യം 1 കോടി രൂപയും പിന്നെ 50 ലക്ഷം രൂപയും കൊടുത്തു എന്നുള്ളതാണ് ഇയാളുടെ ആരോപണം. അതിന് ഉപോത്ബലകമായി അയാൾ പറയുന്നത് എന്താ, ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഇതിൽ ഏത് വകുപ്പാണ് ചുമത്തേണ്ടതെന്നത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടിയെന്നും നിയമോപദേശം കിട്ടിയപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് 66F എന്ന് പറഞ്ഞ വകുപ്പാണ് ചുമത്തേണ്ടത് എന്നുമാണ് അൻവർ പറയുന്നത്. സ്വാഭാവികമായി നിയമോപദേശം കിട്ടിയാൽ അതല്ലേ പോലീസ് ചുമത്തേണ്ടത്? അത് ചുമത്തുക എന്നുള്ളൊരു ചുമതല മാത്രമല്ലേ പോലീസിനുള്ളൂ എന്ന് അൻവർ ചോദിക്കുന്നു. എന്നാൽ പോലീസിന് അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയിട്ടും ആ നിയമോപദേശത്തിന് അടിസ്ഥാനമായി എന്തുകൊണ്ട് 66F എന്ന് പറഞ്ഞ വകുപ്പ് ADGP അജിത് കുമാർ ചുമത്തിയില്ല? ഇതാണ് PV അൻവറിൻ്റെ ആരോപണം. അത് ചുമത്താതിരുന്നത് ഷാജൻ സ്കറിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് എന്നുള്ളതാണ് PV അൻവറിൻ്റെ ആരോപണം. ഈ ആരോപണം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ആരോപണത്തിന് കാര്യകാരണ സഹിതം മറുപടി പറയാൻ ഷാജൻ സ്കറിയയ്ക്ക് ബാധ്യതയുണ്ട്. എങ്ങനെയാണ് ഷാജൻ സ്കറിയ മറുപടി പറയേണ്ടത്? ഷാജൻ സ്കറിയ അടിയന്തരമായി തന്നെ ഇതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം
എനിക്ക് മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെതിരെ കേസ് കൊടുക്കണം. കേസ് കൊടുക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് അയക്കണം. നോട്ടീസ് അയച്ചില്ല എങ്കിൽ ഷാജൻ സ്കറിയയെ കുറിച്ചിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടാവും. അതാണ് ഷാജൻ സ്കറിയയുമായി ബന്ധപ്പെട്ട്. പക്ഷേ എൻ്റെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണമാണ്. കാരണം അൻവറിൻ്റെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുക്കാത്തതിൻ്റെ കാരണമെന്നുള്ള നിലയിലാണ് പി വി അൻവർ ഈ വിഷയത്തിൽ വി ഡി സതീശനെതിരായി ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പി വി അൻവർ എത്രയോ 100-150 കോടി രൂപ എങ്ങാണ്ട് കർണാടകത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശൻ കൈക്കൂലിയായി മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് നിരർത്ഥകമാണ്, അത് യാതൊരു അടിത്തറയും ഇല്ലാത്തതാണെന്നുള്ള നിലയിൽ ഒരുപാട് സംഭാഷണങ്ങൾ അന്ന് നടന്നിരുന്നു. ഞാനും അതിനെ വിമർശിച്ചുകൊണ്ട് പി വി അൻവറിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം പുറത്തുന്നയിക്കാൻ പി വി അൻവർ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതിൽ ഒരല്പം കഴമ്പുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. എന്താണ് പി വി അൻവർ പറയുന്നത്? ഞാൻ വി ഡി സതീശനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചു, അത് നിയമസഭയിലാണ് ഉന്നയിച്ചത്. ആ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഒരാൾ ഈ ആരോപണം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ ഒരു പരാതി കൊടുക്കുന്നു. വിജിലൻസ് കോടതിയിൽ ആ പരാതി കൊടുത്തതിനെ തുടർന്ന് ഇതിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ കോടതി പോലീസിനോട്, ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെടുന്നു. അവിടെയാണ് ഇതിനകത്തൊരു ട്വിസ്റ്റ് വരുന്നത്. പിന്നീട് പി വി അൻവർ പറയുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുവെന്നും അന്വേഷിച്ചതിന് ശേഷം ഈ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിന് റിപ്പോർട്ട് കൊടുത്തതിനെ തുടർന്ന് ആ കേസ് തള്ളിപ്പോയി എന്നാണ് പി വി അൻവർ പറയുന്നത്. പി വി അൻവർ അവിടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞ് കൊടുത്തു, കേസ് തള്ളി സമ്മതിച്ചു. പക്ഷേ കേസിൽ തെളിവില്ല എന്നും പറഞ്ഞ് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുമ്പോൾ പരാതി പറഞ്ഞയാൾ ഞാനല്ലേ? അൻവർ പറയുകയാണ്, ഞാനല്ലേ പരാതി ഉന്നയിച്ചത്? പരാതിക്കാരനായിട്ടുള്ള എൻ്റെ മൊഴിയെടുക്കണ്ടേ? എൻ്റെ മൊഴിയെടുക്കാതെ ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ അടിസ്ഥാനമില്ലാന്ന് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഇതാണ് പി വി അൻവറിൻ്റെ അവകാശം. അതിൽ കഴമ്പില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനൊരു പരാതി ഉന്നയിക്കുന്നു, ആ പരാതിയുമായി ബന്ധപ്പെട്ട് കേസ് വരുന്നു. കേസ് വരുമ്പോഴത്തേക്ക് ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിജിലൻസ് കോടതി പോലീസിനോട് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് പരാതിക്കാരനായിട്ടുള്ള എൻ്റെ മൊഴിയെടുക്കണ്ടേ സുഹൃത്തുക്കളെ? അത് ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ വി ഡി സതീശനെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണത്തിൽ പരാതിക്കാരനായിട്ടുള്ള പി വി അൻവറിൻ്റെ മൊഴിയെടുക്കാതെ പ്രതിപക്ഷ നേതാവ് കുറ്റക്കാരനാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ വി ഡി സതീശനെ സഹായിക്കാനുള്ളൊരു ശ്രമം ADGP MR അജിത് കുമാർ നടത്തി എന്ന് പി വി അൻവർ പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയിക്കാൻ പറ്റും സുഹൃത്തുക്കളെ? അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണം സംബന്ധിച്ച് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ലെങ്കിൽ വി ഡി സതീശൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചും ജനങ്ങൾക്ക് സംശയമുണ്ടാവും. വി ഡി സതീശൻ്റെ പല നിലപാടുകളെക്കുറിച്ചും ജനങ്ങൾക്ക് സംശയമുണ്ട്. ഈ നടിമാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ വന്നപ്പോഴും വി ഡി സതീശൻ പറഞ്ഞെന്താ? IPS ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം. IPS ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ആരാ? ADGP അജിത് കുമാറിൻ്റെ കീഴിലുള്ളവന്മാരല്ല IPS ഉദ്യോഗസ്ഥന്മാർ. എന്നിട്ട് IPS ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കാനായിട്ടൊരു സമിതിയെ വെച്ചു. അതിനകത്ത് മുഴുവൻ അട്ടിമറി വീരന്മാരും ആയിട്ടുള്ള ആളുകളാണ്. അത് ഞാനെന്തായാലും ഒരു ചാനൽ ചർച്ച പങ്കെടുത്തപ്പോഴത്തേക്കും അതിൽ വന്ന ഒരു റിട്ടയർഡ് SP ഉണ്ടായിരുന്നു, സെക്രിയ ജോർജ് എന്ന അങ്ങയുടെ പേരെന്ന എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, ഷാജാൻ ഇവിടെ ഒന്ന് സ്പർജൻ കുമാറിനെ പറ്റി പറയുന്നത് കേട്ടു. സ്പർജൻ കുമാറിനെ വേണമെങ്കിൽ അനിൽകാന്ത് 2 എന്ന് പറയാം എന്നാണ് അയാൾ പറഞ്ഞത്. അനിൽകാന്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് DGP ആയിരുന്നു. അയാളൊരു സ്ത്രീപീഡന കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അയാൾ അനിൽകാന്ത് 1 ആണെങ്കിൽ അനിൽകാന്ത് 2 ആയിട്ട് സ്പർജൻ കുമാറിനെ വേണേൽ പറയാമെന്നാണ് സെക്രിയ ജോർജ് അവിടെ ഇരുന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് 4 വനിതകളുണ്ട്, അതിലൊരാൾ മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സെക്രിയ ജോർജ് പറഞ്ഞത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ വനിതകൾ മദ്യം അടിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം എന്നാണ് സെക്രിയ ജോർജ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ അട്ടിമറി വീരന്മാരെ വെച്ചുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ഒരു ടീം ഉണ്ടാക്കിയത്. ആ ടീമിനെക്കുറിച്ചും സതീശനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം IPS ഉദ്യോഗസ്ഥന്മാരെ വെക്കണം സതീശൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഒത്തുകളികളും അട്ടിമറികളും ഉണ്ടോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അൻവർ
വി ഡി സതീശനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തിന് കാര്യകാരണ സഹിതമുള്ള മറുപടിയുമായി വി ഡി സതീശൻ രംഗത്ത് വന്നില്ലെങ്കിൽ വി ഡി സതീശൻ്റെ വിശ്വാസ്യതയും ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.